അപ്പം ഇവന്മാർക്ക് അങ്ങ് തോന്നൽ രോഗമാണ്, ഭയങ്കര തോന്നൽ രോഗമാണ്, സ്കീസോഫ്രീനിയ. എനിക്കൊരു തോന്നൽ രോഗമില്ല. ഞാൻ സഹദേവ മന്ദിരത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ സഹദേവ മന്ദിരത്തിലാണ് ഇരിക്കുന്നത്, എൻ്റെ അമ്മയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇപ്പം രാവിലെ 8:40, പിന്നെ എൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത് കേട്ടോ. 8:40, പിന്നെ ഇന്ന് ഏപ്രിൽ 10, ഇന്നലെ വോട്ടായിരുന്നു, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയി. പിന്നെ ഇതെല്ലാം നമുക്ക് വളരെ കൃത്യം. അപ്പോൾ ഓറിയൻറ്റഡ് ടൈംസ് 3 ആണ് നമ്മൾ. ഒരു കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിവിടെയാണ് ഇരിക്കുന്നത്, ദൈവങ്ങളെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ കാണുന്നതിന്? എനിക്ക് വേറൊന്നുമായിട്ട് തോന്നുന്നില്ല, മനസ്സിലായോ? ഇത് ചുമപ്പ്, അത് കറുപ്പ്, അത് പിങ്ക്, അത് ഗേറ്റ് കണ്ടോ, എൻ്റെ വീടിൻ്റെ ഗേറ്റ്. എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് ഫാന്, അത് വെള്ളം, ഇതെൻ്റെ വീട്ടിലെ ഹോള്, ഇതൊക്കെ കസേരയൊക്കെ ഇട്ടിരിക്കുന്നു. എന്താ അത് ക്യാമറ, എല്ലാം എൻ്റെ ക്യാമറ. ഇതെല്ലാം തിരിച്ചറിയാനുള്ള നല്ല ബോധമുണ്ട്. റീസണബിളായിട്ടുള്ള നമുക്ക് റീസണബിൾ അല്ല, എന്താണ് അതിന് പറയുന്നത്, ഒരു വേർഡുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതാക്കുന്നുണ്ട്, മനസ്സിലായോ? അതുപോലെ ഓറിയൻറ്റഡ് ടൈംസ് 3 നമുക്ക് സമയം. ഇപ്പോൾ രാവിലെ 8:40, 8:45 അതിൽ കൂടുതലായില്ല. ഇപ്പോൾ ഞാൻ പറയാം 8:44 കറക്റ്റ്. ഇന്ന് ഏപ്രിൽ 10. ഇതൊക്കെ അറിയാം ഓറിയൻറ്റഡ് ടൈംസ് 3 എന്ന് പറയുന്നത്. ഇത് പ്ലേസ് എന്ന് പറയുന്നത് ഓലകെട്ടി അമ്പലം, മാവേലിക്കരയ്ക്ക് 323 നമ്പർ, SNDPയുടെ അടുത്ത്, കിഴക്കേ വീട്. നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടോ? ഞാൻ ഇപ്പം തന്നെ കാണിക്കുകയും ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള നമുക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? പിന്നെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, നമ്മുടെ കുബേരൻ കണ്ടോ, മനസ്സിലായല്ലോ? ഇതെല്ലാം കാണുന്ന പോലെ. ഇത് ഗുരുദേവൻ. വേറെ ആരുമായിട്ടൊന്നും എനിക്ക് തോന്നില്ല, ഇത് എൻ്റെ അച്ഛനായിട്ടൊന്നും തോന്നില്ല. ഇത് ഗുരുദേവൻ, മനസ്സിലായോ? ഇത് ഇതെനിക്ക് നമ്മുടെ ആഴ്വാഞ്ചേരി മനയിൽ നിന്ന് തന്നതാണ്, നമ്മുടെ വേട്ടയ്ക്കൊരു മകൻ. അപ്പോൾ ഇതൊക്കെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കും. നമുക്ക് തോന്നുക ഇവർക്ക് ബോധമുണ്ടോ, നമ്മളിതൊക്കെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നോക്കേണ്ടത്. അല്ലാത്തവന്മാർക്കാണ് ബോധക്കേട്. അവനാണ് ബോധക്കേട്. അവൻ ഇങ്ങോട്ട് കയറുന്നതെന്ന് തോന്നുക, ഇവിടെ ആണുങ്ങളാന്ന് തോന്നുക. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ എൻ്റെ അമ്മയാണ്. ഭയങ്കര ബോധക്കേടാണ് ഇവന്മാർക്ക്. എന്തൊരു ബോധക്കേടാ ഈശ്വര. സഹദേവ മന്ദിരമാണ് ഇത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാണ്ട് ഇത് സഹദേവ മന്ദിരം. ഞാൻ ദീപ എസ് പണിക്കർ. സഹദേവ മന്ദിരം എൻ്റെ അമ്മ ഉണ്ട്, അത് കൈരളിയിട്ട്. അമ്മേ, എൻ്റെ പേരെന്തുവാ അമ്മേ? എൻ്റെ അമ്മ പറയമ്മേ, നിന്റെ പേരെന്തുവാ? പേര് പറ. അമ്മ ചുമ്മാ പറ എൻ്റെ പേര്. ദീപ. കണ്ടല്ലോ, ദീപ എസ് പണിക്കർ. മനസ്സിലായില്ലയോ? ഇറങ്ങുമല്ല, ഞാനും എൻ്റെ അമ്മ ഇവിടെ ഉള്ളത്. ഇവന്മാർക്ക് ഭയങ്കര തോന്നൽ രോഗമാണ്, ഭയങ്കര വട്ടളകി നടക്കുക. വട്ടേ നമ്മളെ എന്നിട്ട് വിളിക്കുക. ഇവന്മാരെ ജയിലിടാനുള്ള എല്ലാ ഇതുമുണ്ട് നമുക്ക്, മനസ്സിലായില്ലേ? ഇവന്മാർ പലതിലും നമ്മളെ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് ഇതൊക്കെ പല കഥകളുണ്ടാക്കി. രാജമ്മയെന്ന് പറയുന്നത് അവൾ ഭയങ്കര വിദഗ്ധയാണ് കള്ളക്കഥകളുണ്ട്. പെത്തടീൻ കഥകൾ, അവളുടെ പെത്തടീൻ കഥ. അവളുടെ ഒരു പാമ്പിടിച്ചൊരു പൊടിയിഞ്ചിട്ടവൻ, അയാളുടെ ഒരു അനിയൻ്റെ മോനുണ്ടായിരുന്നു. അവൻ പെത്തടീൻ അഡിക്റ്റ് ആണെന്നൊക്കെ കഥകളുണ്ടാക്കി നടക്കലായിരുന്നു അവളുടെ ജോലി. ഇവളങ്ങനെ പലരെക്കുറിച്ചും കഥകളുണ്ടാക്കിയ പെരുന്നാറിയാണ് അവൾ, വെറും പക്ക ക്രിമിനൽ. അപ്പോൾ ഇവളിപ്പോഴാണെങ്കിലേ അവളുടെ ഫോൺ വരെ ഓഫ് ചെയ്തിട്ട്, നിങ്ങളിതൊക്കെ അടിച്ചു നോക്കി 8547459107 ഇവളുടെ നമ്പറാണ്. ഇപ്പം എല്ലാം ഓഫാണ്. അവളെന്തൊക്കെയോ വലിയ ആൾമാറാട്ടം, വലിയ കൊടും ക്രിമിനലാണ് അവളുടെ ആദ്യത്തെ ഭർത്താവിനെയും കൊച്ചിനെയും 1 വർഷത്തിനുള്ളിൽ കൊന്നേച്ച് നടക്കുന്ന പേരും ക്രിമിനൽ. നിങ്ങളിത് തിരക്കിക്കോ. അരീക്കര ആ ഭാഗത്തു നിന്നാണ് ഇവൾ കല്യാണം കഴിച്ചത്. അവിടെ ഒരു കൊച്ചക്കൻ എന്ന് പറയുന്ന ഒരുത്തനെ, പാമ്പിടിച്ച ഒരുത്തനെ കല്യാണം കഴിച്ച് അവനെ 10ാമത്തെ മാസം അയാൾ റെഡിയായി. അതുപോലത്തെ ക്രിമിനലാണ് ഇവൾ. ആരാ ക്രിമിനൽ എന്നറിയാമോ? ഇവൾ നമ്മളെ മനുഷ്യരെ കാണുന്ന കമോഡിറ്റി ആയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. കമോഡിറ്റി, അതാണ് ഇപ്പോഴത്തെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവളെ ഇതാക്കി എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ളതാണ് ഇവൾ മാറുക. ഈ ക്രിമിനലുകളുടെ, ഈ മാഫിയ, മെഡിക്കൽ മാഫിയ, ഓർഗൻ മാഫിയയുടെ ഇത്, ഇൻഷുറൻസ് ലൂട്ടേഴ്സിൻ്റെ ഇത്, മനസ്സിലായില്ലയോ? നമ്മളെ മനുഷ്യരായിട്ടല്ല കാണുന്നത്, കമ്മോഡിറ്റി ആയിട്ടാണ് കാണുന്നത്, മനസ്സിലായോ? നമ്മളെ എങ്ങനെ കാശുണ്ടാക്കാം, നമ്മളെ എങ്ങനെ വിറ്റ് കാശുണ്ടാക്കാം, എങ്ങനെ ഏത് രീതിയിലും, ഏത് നീച രീതിയിലുള്ളമാർ ഇതാക്കും. നീച ഹണി ട്രാപ്പിങ്, അങ്ങനെ പല നീച കൃത്യങ്ങൾ ഇവളുമാർ ചെയ്യും. നിങ്ങൾ അന്വേഷിച്ചോ? ഇവളുമാരുടെയൊക്കെ ഇതൊക്കെ ഇതാക്കിയാൽ മതി.